ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് MBBS കോഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ MBBS നമ്മളെ ഷെഡ്യൂൾ എങ്ങനെയാണ്, MBBS സ്ട്രെസ് ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 1 ഇയർ MBBS ജേണിയാണ്. എൻ്റെ MBBS ജേണിയിൽ ഒരു 1 ഇയർ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, അതായത് ഡെയിലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എപ്പോഴൊക്കെയാണ് നമ്മൾ ഫ്രീ ടൈം കിട്ടുന്നത്, അതായത് നമ്മുടെ ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയൊക്കെയാണ് ടോപ്പിക്സിൻ്റെ ഡിവിഷൻ, അതായത് ഇപ്പോൾ രാവിലെ ഏത് പീരീഡാണ് വരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ നീറ്റിന് പഠിക്കുമ്പോൾ വളരെ സ്ട്രെസ്ഫുൾ കണ്ടീഷനിലായിരിക്കും പോകുന്നത്. സോ ഇതൊക്കെ മാറിയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് 1 ഇയർ MBBS ജേണി എങ്ങനെയായിരുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു 10K എങ്കിലും ആക്കണം, വിത്തിൻ 2 മാസത്തിനുള്ളിൽ 10K ആക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെഡിക്കൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട്, അതായത് സെക്കൻഡ് ഇയർ ആയിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ എക്സാമിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. സോ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മെഡിക്കൽ വ്ളോഗ്സ് ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്. സോ നിങ്ങൾ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നീറ്റ് ആസ്പിറൻസ് ആണ് വീഡിയോ വാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന് തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, സോ പിന്നെ നമ്മൾ കണ്ടന്റിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ എന്താ നമ്മൾ വാട്സപ്പിൽ തന്നെ ഒരുപാട് പേര്, ഏകദേശം 11,000 സ്റ്റുഡൻസ് പ്ലസ് നമ്മളെ ഈ യൂട്യൂബിന് പുറമെ നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ കൂടിയിട്ടുണ്ട്. സോ മെയിൻലി എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർഷ്യൽ ഡ്രോപ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഞാൻ ഈ MBBSനെ കുറിച്ചിട്ട് പറയും, അതിന് മുൻപ് ഇത് കുറച്ച് കാര്യം പറയാനുണ്ട്. പാർഷ്യൽ ഡ്രോപ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. സോ ഇവർക്കൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളവരുണ്ട്. അതായത് 20,000 റുപ്പീസ്, അതുപോലെ തന്നെ 15,000 റുപ്പീസൊക്കെ ചിലവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു നീറ്റ് കോച്ചിങ് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തവരുണ്ടാവും. സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അത് മാത്രമല്ല, ചില സ്റ്റുഡൻസ് മെസ്സേജ് അയക്കുന്നത് ഇത് ഫിസിക്സ് മാത്രമായിട്ട് നമുക്ക് ക്ലാസ് കിട്ടുമോ അഫോർഡബിളായിട്ട്. അപ്പോൾ എനിക്കറിയുന്ന ഏറ്റവും നല്ല അടിപൊളി പ്ലാറ്റ്ഫോം, അതായത് ഇപ്പോൾ നിങ്ങൾ കറൻ്റ് വേറെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ അവിടുത്തെ ഫിസിക്സിൻ്റെ ക്ലാസ് മോശമാണ്, അല്ലെങ്കിൽ കെമിസ്ട്രീൻ്റെ ക്ലാസ് മോശമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പാരലായിട്ട് എക്സാമിൻ്റെ കാര്യത്തിലായാലും പാരലായിട്ട് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലാസ്സസ് ഇൻ മലയാളമാണ് ടെല്ല ക്ലാസ്സസ്. ഓക്കെ, സോ ഇത് ഞാൻ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തു, ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ യൂസ് ചെയ്തു. നല്ല ക്ലാസ്സസാണ്. ഫിസിക്സൊക്കെ ആയാലും ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സിൻ്റെ ക്ലാസ്സും എല്ലാ ക്ലാസ്സും അടിപൊളിയാണ്. അപ്പോൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ തന്നെ ഏകദേശം 5,000 റുപ്പീസിനാണ് നിങ്ങൾക്ക് 1 ഇയർ കോഴ്സ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, വെറും 5,000 റുപ്പീസിന്, അതായത് അതിൽ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഫിസിക്സ് മാത്രം മതി, ഇനിയിപ്പോൾ 1 മാസം മാത്രം മതി, നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ ഫിസിക്സൊക്കെ പഠിച്ച് തീർക്കാം, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം 750 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ക്ലാസ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ കെമിസ്ട്രി ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് 1 ഇയറിന് നിങ്ങൾക്ക് ഫിസിക്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ അവരുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്തതാണ്. സോ ജോയിൻ ചെയ്യുക. ഞാൻ എന്താ പറയുക, ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഞാൻ അങ്ങനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യം മോസ്റ്റ് അഫോർഡബിൾ ആണ്, അഫോർഡബിലിറ്റിൻ്റെ കാര്യത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് വാട്സപ്പിൽ. സോ അവരും കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. സോ നമുക്ക് MBBSൻ്റെ ജേണിയിലോട്ട് പോകാം. സോ ഇനീഷ്യലി നിങ്ങളിപ്പോൾ നിങ്ങൾ MBBSൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ MBBSൽ കയറി ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങില്ല. ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്ക് എന്തായിരിക്കും, ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഫൗണ്ടേഷൻ ക്ലാസ്സസിൽ അവിടെ എടുക്കുക എന്ന് പറഞ്ഞുതരാം. ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ഈവനിങ് വരെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണ് MBBSൽ പഠിക്കുന്നത്, പിന്നെ ഓരോരോ കാര്യങ്ങൾ, ഡ്രഗ് ഉപയോഗിച്ചുള്ള ദോഷങ്ങൾ, സോ അത് നമ്മൾ കോളേജിലാകുമ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. സോ അതൊക്കെ യൂസ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ MBBSനെ കുറിച്ചുള്ള ചെറിയ ഐഡിയാസ്, പിന്നെ
ഒരു ഡോക്ടറായാലും എന്തൊക്കെ നമ്മൾ ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു നോളജ് തരിക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ. നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് എന്താണെന്നുള്ളത്. അപ്പോൾ നീറ്റിനൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ് 9 നിന്നും 10 നിന്നൊക്കെ ഫൗണ്ടേഷൻ ക്ലാസ്സിന് പോകുമല്ലോ. സെയിം കാര്യം തന്നെ, സെയിം ഒരു തന്നെ ഇവിടെ ഫൗണ്ടേഷൻ 2 ആഴ്ചത്തോളം ഫൗണ്ടേഷൻ ക്ലാസ്, ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും ഫൗണ്ടേഷൻ ക്ലാസ് എടുക്കുന്നത്. സോ അതിൽ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ ആ 2 ആഴ്ച നിങ്ങൾക്ക് എന്തായിരിക്കും, ഭയങ്കര ലാവിഷ് ആയിരിക്കും. അതായത് ബുക്ക് തൊടേണ്ട ആവശ്യമില്ല, വളരെ എൻജോയ്മെൻ്റ് ആയിരിക്കും. ക്ലാസ്സിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഓക്കെ, സോ അങ്ങനെയൊക്കെ നല്ല എൻ്റർടൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി തിയറി ക്ലാസ്സസിൻ്റെ പോലെ ആവില്ല. അതാണ് ഫൗണ്ടേഷൻ ക്ലാസ്. അത് 2 ആഴ്ച ഉണ്ടാവും. ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞു പിറ്റത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യും, മറ്റേ നമ്മൾ നോർമൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നോർമൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ കറക്റ്റ് ഷെഡ്യൂളായിരിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ദിവസം ടീച്ചേഴ്സൊന്നും ക്ലാസ് ഒന്നും എടുക്കില്ല ചിലപ്പോൾ അല്ലേ. അതുപോലെ നല്ല പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് പിറ്റത്തെ ദിവസം തന്നെ എന്ത് ചെയ്യും, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. പക്കാ ക്ലാസ്സസ് ആയിരിക്കും. അതായത് ഒരു ലീവുണ്ട്, അതായത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കും ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ് മറ്റേ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് ഇയറിൻ്റെ. സോ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ ഷെഡ്യൂളാണ് പോയത്, ഇനിയിപ്പോൾ അടുത്ത വർഷം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ 8 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കൃത്യം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ടീച്ചേഴ്സ് 8 മണിക്ക് വരും. ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും. ചില ടീച്ചേഴ്സ് ആണെങ്കിൽ 8 മണി മുതൽ 8:01 ആയാലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ക്ലാസ്സിക്ക് കയറ്റില്ല. ഓക്കെ, നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറില്ല, പുറത്തായിരിക്കും. ആ അറ്റൻഡൻസ് പോയി. അറ്റൻഡൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, എങ്ങനെയാണ് അറ്റൻഡൻസ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഒരു ഷെഡ്യൂൾ എന്ന് പറയട്ടെ. സോ 8 മണിക്ക് ടീച്ചേഴ്സ് വന്നു. അപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കഴിഞ്ഞ ശേഷം പിന്നുള്ളത് 8 മണി കഴിഞ്ഞു. പിന്നുള്ളത് 8 to 9 ആയിരിക്കും ഫസ്റ്റ് ഷെഡ്യൂൾ വരുന്നത്. പിന്നെ അടുത്ത ഫാക്കൽറ്റീസ് വരും 9 to 10. ഓക്കെ, അപ്പോൾ ഇതിനിടയിലൊന്നും ബ്രേക്കില്ല, കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് പാസീവായിട്ട് കേൾക്കാം, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നോട്ട് ചെയ്തതിൻ്റെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ല. അതായത് അങ്ങനെയല്ല, ക്ലാസ് കേൾക്കാൻ നമുക്ക് പാസീവായിട്ട് വെറുതെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ക്ലാസ് കേൾക്കണോ വേണ്ടെന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ പിന്നുള്ളത് 10 മണി വരെ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ഇതായി. 10 മണി മുതൽ 10:15 വരെ എന്താണ്, യെസ്, ബ്രേക്കാണ്, ടീ ബ്രേക്ക്. സോ ഈ ടീ ബ്രേക്കിൽ നിങ്ങൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ സ്റ്റോറിലൊക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഓക്കെ, പിന്നുള്ളത് മറ്റേ നമ്മളെ 10:15 മുതൽ 1 മണി വരെ. ഓക്കെ, 1 മണി വരെ, യെസ്, 1 മണി വരെ ഡിസെക്ഷനാണ്. ഓക്കെ, ഡിസെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, നമുക്ക് കഡാവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അത് ഡിസെക്റ്റ് ചെയ്തിട്ട് ഓരോരോ സെക്ഷൻ, അപ്പർ ലിംബ്, ലോവർ ലിംബ്, ഹെഡ് ആൻഡ് നെക്ക്, പിന്നെ തൊറാക്സ് എന്ന് പറഞ്ഞിട്ട് നല്ല റീജിയനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂറോ അനാറ്റമി ഉണ്ട്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഡിസെക്റ്റ് ചെയ്തിട്ട് അതിലോരോ കാര്യം നമുക്ക് ബുക്ക് ഉണ്ടാവും. അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസെക്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഡിസെക്റ്റ് ചെയ്യേണ്ടതെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്ക് ബുക്ക് ഉണ്ട്, ആ ബുക്കിൽ വായിച്ച് നോക്കി മനസ്സിലാക്കി നമ്മൾ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഡിസെക്ഷനൊക്കെ നല്ല സിമ്പിളാണ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഡിസെക്ഷനൊക്കെ വളരെ നല്ല ലാവിഷായിരിക്കും, നല്ല രസമായിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഹ്യൂമൻ അനാറ്റമി പഠിക്കുകയാണ് നമ്മൾ. ഹ്യൂമൻ അനാറ്റമിയാണല്ലോ പഠിക്കുന്നത്. നല്ല രസമായിരിക്കും, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളെന്നുള്ളതൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഡിസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് കരുതിയമായിരുന്നല്ലോ, നമ്മൾ ഭയങ്കര ഇതന്നെയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് നമുക്കത് മടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ഒന്നാമത് മടുക്കാനുള്ള കാര്യം നമുക്ക് ലീവ് ഉണ്ടാവില്ല. പിന്നെ എപ്പോഴേലൊക്കെ നമുക്ക് ഗവൺമെൻറ് ഹോളിഡേയ്സ് ഫുള്ള് ലീവാണ്. കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് ഗവൺമെൻറ് ഹോളിഡേയ്സ് ഫുള്ള് ലീവാണ്. സോ ആ ഒരു ലീവ് അല്ലാതെ വേറെ ഒരു ലീവ് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടൂല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം. ഏകദേശം എനിക്ക് തോന്നുന്നു 80% അറ്റൻഡൻസ് ആണെന്ന് തോന്നുന്നു നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എനിക്ക് അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കാരണം എനിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു, ഞാനത് നോക്കിയിട്ടില്ല നോർമലി. സോ അങ്ങനെ നമുക്ക് ഡിസെക്ഷൻ 1 മണി വരെ ഡിസെക്ഷൻ. പിന്നെ 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് ബ്രേക്കാണ്. ഓക്കെ, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, 2 മണി മുതൽ 4 മണി വരെ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ പിന്നെ രസമാണ്. ഓക്കെ, രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോളജി ഉണ്ടാകും. ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. RBC കൗണ്ട്, WBC കൗണ്ട്, DLC, ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ട്. അതൊക്കെ നല്ല രസമാണ്. ഓക്കെ, അത് കുഴപ്പമില്ല, അത് രസം തന്നെയാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. പിന്നെ അനാറ്റമി പ്രാക്ടിക്കൽ ഉണ്ടാവും. വീക്കിലി പ്രാക്ടിക്കൽ ഉണ്ടാവും. 3 സബ്ജക്റ്റും പ്രാക്ടിക്കൽ ഉണ്ടാവും. ഫിസിയോളജി, അനാറ്റമി, ബയോകെമിസ്ട്രി. അതിൽ ഫിസിയോളജിൻ്റെ പ്രാക്ടിക്കലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. RBC, WBC അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കോളേജിൽ കയറുമ്പോൾ പഠിക്കും.
പിന്നുള്ളത് അനാട്ടമി പ്രാക്ടിക്കലാണ്. അനാട്ടമി പ്രാക്ടിക്കൽ നമുക്ക് ഹിസ്റ്റോളജിയാണ് വരുന്നത്. ഓക്കെ, ഹിസ്റ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ഓർഗൻ, സ്റ്റൊമക്ക് അല്ലെങ്കിൽ ടങ് അല്ലെങ്കിൽ പിന്നെ ഡിയോഡനം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ബോണ്, അതിൻ്റെ ഒക്കെ മൈക്രോസ്കോപ്പിക്കൽ ഇതുണ്ടാവും. മൈക്രോസ്കോപ്പിൽ ഓരോ സ്ലൈഡ്സ് ഉണ്ടാവും. ആ സ്ലൈഡ്സ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് നമ്മളത് മനസ്സിലാക്കുന്നു. അതിനുശേഷം അത് വരക്കുന്നു. നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് വരക്കേണ്ടത് എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. അത് നമ്മളത്തെ ഒരു റെക്കോർഡുണ്ട്, ഹിസ്റ്റോളജി റെക്കോർഡ്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം. ഇനി വേറെ വീഡിയോ നമുക്ക് ചെയ്യാം. സോ അങ്ങനെ ആ റെക്കോർഡിൽ നമ്മൾ അതെന്ത് ചെയ്യുന്നു, നമ്മളതൊക്കെ വരച്ച് വെക്കുന്നു. ഓക്കെ, അതാണ് അനാട്ടമി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇത് ഫിസിയോളജിയാണ്. ഓക്കെ, ബയോകെമിസ്ട്രിയാണ്. ബയോകെമിസ്ട്രി വളരെ സിമ്പിളാണ്, നമുക്ക് കണ്ടൻറ്റ് വൈസ് കുറവാണ്, ഒന്നുമില്ല പഠിക്കാൻ. ഓക്കെ, നമ്മൾ യൂറിൻ അബ്നോർമൽ യൂറിൻ കോൺസിസ്റ്റൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അതുണ്ടോ ഇല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഇനീഷ്യലി ഞങ്ങൾക്ക് പോയപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള യൂറിൻ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര രസമാണ് ആക്ച്വലി. ഓക്കെ, സോ ഇതാണ് പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞു. ഇനിയുള്ളത് എക്സാംസിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ആകെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമേ ഉള്ളൂ, സം വൈസ് അല്ല, ഒറ്റ ഒരു യൂണിവേഴ്സിറ്റി എക്സാം. അത് പാസ്സായി കഴിഞ്ഞാൽ പാസ്സായി സെക്കൻഡ് ഇയറിലോട്ട് എത്തി. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സേ എക്സാം ഉണ്ടാവും, സേ എക്സാം പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലോട്ട് പോകാം. ഓക്കെ, ഇതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നുള്ളത് നമുക്ക് കോളേജിൽ നമ്മൾ നോർമലി ടീച്ചേഴ്സ് നടത്തുന്ന എത്ര എക്സാംസ് ഉണ്ടാവും എന്നുള്ളത്. അതായത് 3 എക്സാംസാണ്. അതായത് 3 എക്സാംസാണെന്ന് തോന്നുന്നുണ്ട്. മെയിൻലി 3 മോഡൽസ് ആണ് തോന്നുന്നുണ്ട്. ഒന്ന് ഫൈനൽ സെഷനൽ എക്സാം. ഓക്കെ, 3 സെഷനൽ എക്സാംസ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സെഷനൽ, സെക്കൻഡ് സെഷനൽ ആൻഡ് തേർഡ് സെഷനൽ. അതായത് ഫൈനൽ സെഷനൽ തോന്നുന്നു. കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, അതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് എക്സാംസ് ഉണ്ടാവും. അതായത് ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവസാനം നമ്മളെ മാർക്ക് ആഡ് ചെയ്യും. അതായത് എലിജിബിലിറ്റി ഉണ്ട്. അതായത് വെറുതെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം പോയാണ്ട് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, എലിജിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ എലിജിബിലിറ്റി നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മൾ ഈ എക്സാമിലൊക്കെ ഇവർ തരുന്ന എക്സാംസ്, അസൈൻമെൻറ്റ്, സെമിനാർ, ഇതൊക്കെ ഈ മാർക്കുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ 1000-ലാണെന്നുണ്ടെങ്കിൽ 500 മാർക്ക് വേണം. നമുക്ക് 50% മാർക്ക് വേണം എലിജിബിലിറ്റിക്ക്. ഈ 500 മാർക്ക് ഉണ്ടാക്കി തരിക. സോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ എന്താ പറയുക, നമുക്കൊക്കെ ഉണ്ടാവും. അത് നോർമലി നമ്മൾ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് പിന്നെ റെമഡിയൽ ഉണ്ടാവും. അത് എലിജിബിലിറ്റിക്ക് മാർക്ക് ഇല്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 500 മാർക്ക് വേണം, 1000-ൽ 500 മാർക്ക് വേണം. ഈ 500 ഇല്ലെങ്കിൽ 450 ഉള്ളൂ എങ്കിൽ പിന്നെ റെമഡിയൽ എക്സാംസ് അവർ നടത്തും, ഒരു 50% മാർക്ക് എങ്ങനെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയൊക്കെ നടത്തിയിട്ടൊക്കെ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടാക്കി തരും മാക്സിമം. ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടീവ് ടീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് ഈ എക്സാംസിനെ കുറിച്ചിട്ട് എന്ന് പറയുന്നത്. പിന്നുള്ളത് മടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മടുപ്പ് തന്നെയാണ് MBBS എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പഠിക്കണമല്ലോ, നമുക്ക് പഠിക്കാം. എന്താ വെച്ചാൽ മെയിൻലി മടുക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യം ഇപ്പം ഇങ്ങനെ പഠിക്കാനുണ്ടാവും. എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ട്, ഡെയിലി ക്ലാസ്. ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോളേജിൽ ക്ലാസ് ടൈമിൽ ഒരു എൻജോയ്മെൻറ്റും ഇല്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോൾ നീറ്റിനെ പഠിച്ച പോലെ ഒന്നും ഡെയിലി ഒന്നും ആരും പഠിക്കില്ല. ഓക്കെ, അത് മെയിൻലി അതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയേണ്ടത്. ഇപ്പോൾ നീറ്റിനൊക്കെ പഠിച്ച് ചടച്ചിരിക്കുമായിരിക്കും നിങ്ങളെല്ലാവരും. ഓക്കെ, സോ അങ്ങനെയൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യം MBBSനില്ല. ഓക്കെ, അങ്ങനെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ അല്ലാതെ നിങ്ങൾക്ക് പാസ്സായി പോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഞാൻ മോഡൽ എക്സാംസൊക്കെ ചില എക്സാംസൊക്കെ മെജോറിറ്റി ഓഫ് എക്സാംസും 40% അബവ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണത് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സായി പോകാൻ പറ്റും. ഞാൻ യൂട്യൂബിലൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ക്ലാസ് മനസ്സിലായില്ല, അപ്പോൾ നമുക്ക് ട്യൂഷന് എടുക്കാൻ പറ്റുമോ? യൂട്യൂബിലൊക്കെ MBBS ക്ലാസ് കിട്ടും. യൂട്യൂബിലൊക്കെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആരും തന്നെ ട്യൂഷനൊന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. യൂട്യൂബിൽ തന്നെ നല്ല ഫിസിയോളജിക്കായാലും അനാറ്റമിക്കായാലും ബയോകെമിസ്ട്രിക്കായാലും ഒക്കെ നല്ല ക്ലാസ്സസൊക്കെ യൂട്യൂബിൽ നമുക്ക് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂട്യൂബിൽ കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും ബൾക്കായിട്ട് ഒരുപാട് നോട്ട് യൂട്യൂബിൽ പഠിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഓക്കെ, സോ അങ്ങനെയൊക്കെ ഒരുപാട് നോട്ട്സ് ഉണ്ട്. ഡോക്ടേഴ്സ് എടുക്കുന്ന ക്ലാസ് തന്നെയാണ്. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കോളേജിലെ പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ പ്രോഗ്രാംസും കോളേജിലുണ്ടാവും. ഓക്കെ, അപ്പം ഞാനൊരു ഡേ സ്കോളറാണല്ലോ. അപ്പോൾ ഡേ സ്കോളർ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രോഗ്രാംസിനും അങ്ങനെ നിൽക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ എനിക്ക് ചില ടൈമിൽ എനിക്ക് പറ്റാറില്ല. സോ അതുകൊണ്ട് ചില പ്രോഗ്രാംസൊന്നും നിൽക്കാറില്ല. പക്ഷെ നിങ്ങളൊരു ഹോസ്റ്റലറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. യാതൊരു സംശയവും അതിലില്ല. ഓക്കെ,
അതിൽ യാതൊരു പേടിയും പഠിക്കേണ്ട. പിന്നെ നിങ്ങളിപ്പോൾ ഇടുന്ന എഫേർട്ടിൻ്റെ 25% എഫേർട്ട് ഇട്ടാൽ തന്നെ MBBS വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ആയി പോകാൻ പറ്റും എന്നുള്ള കാര്യം സത്യമാണ്. ഓക്കെ. സോ ഒരുപാട് പേര് ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് ഫാമിലീസിൽ തന്നെ ഒരുപാട് പേര് ഡോക്ടേഴ്സ് ഉണ്ട്. സോ അവരൊക്കെ പറയുന്നത് MBBS പാസ്സാവാൻ നല്ല പണിയാണ്. യെസ്, ഓഫ് കോഴ്സ് നല്ല പണി തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഇടുന്ന എഫേർട്ടിൻ്റെ 25% എഫേർട്ട് എക്സാമിൻ്റെ സമയത്തല്ല ഇടേണ്ടത്. എക്സാമിൻ്റെ സമയത്ത് ഇപ്പോൾ ഇടുന്ന എഫേർട്ടിൻ്റെ സെയിം എഫേർട്ട് നിങ്ങൾ ഇടാം. പക്ഷേ ഡെയിലി എഫേർട്ട് ഇടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടുന്ന എഫേർട്ടിൻ്റെ 25% എഫേർട്ട് ഇട്ടാൽ മതി. ഡെയിലി ഒരു മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോ നിങ്ങൾ ബുക്ക് എടുത്ത് എന്തെങ്കിലുമൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സായി പോകാൻ പറ്റും. പിന്നെ അനാട്ടമിയൊക്കെ നിങ്ങൾ ഡെയിലി പഠിക്കേണ്ടി വരും. കാരണം വെച്ചാൽ പഠിക്കാതെ ഒന്നും നിങ്ങൾക്ക് ഡിസക്ഷൻ ഹാളിൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും, ചീത്ത പറയാം, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഡിസക്ഷൻ ചെയ്യാൻ എന്താണ് സാധനം എന്ന് ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ബുക്ക് പഠിക്കണം. ഓക്കെ. പിന്നെ അനാട്ടമി തന്നെയാണ് ഡിഫിക്കൽട്ട്. ഓക്കെ. ഒരുപാട് ഇപ്പോൾ നെർവിൻ്റെ റൂട്ട് വാല്യൂ സിമ്പിളാണ്, അതൊന്നും അതൊക്കെ നമുക്ക് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കാനുള്ളൂ. പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുണ്ട്, അത്രയും ഉണ്ട് പറയാനെന്നുണ്ടെങ്കിൽ. ഞാൻ ബുക്ക് റിവീലിംഗ് വീഡിയോസൊക്കെ ഞാൻ വേറെ ചെയ്യാം. അനാട്ടമി എങ്ങനെയാണ്, കെമിസ്ട്രി എങ്ങനെയാണ്, ഫിസിയോളജി എങ്ങനെയാണെന്നൊക്കെ വേറെ വീഡിയോ തന്നെ ചെയ്യാം. സോ ഇതാണ്. പിന്നെ സ്പോർട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സ്പോർട്സൊക്കെ നോർമലി അടിപൊളിയായിട്ട് നിങ്ങൾ കോളേജ് യൂണിയനിൽ സ്പോർട്സും കാര്യങ്ങളൊക്കെ നടത്തി എല്ലാ പ്രോഗ്രാംസും ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ 4 മണിക്ക് നിങ്ങൾ ഷെഡ്യൂൾ കഴിഞ്ഞു. 4 മണി മുതൽ പിന്നെ നിങ്ങൾ ഫ്രീ ആണല്ലോ. നിങ്ങൾക്കിപ്പോൾ എന്തും ചെയ്യാം. നിങ്ങൾ ബുക്ക് എടുക്കണമെങ്കിൽ ബുക്ക് എടുക്കാം, അല്ലെങ്കിൽ വായിക്കണമെങ്കിൽ വായിക്കണ്ട. പിന്നെ ഈവനിങ്ങിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഗവൺമെൻറ് കോളേജിലാകുമ്പോൾ ഫീ ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ. എനിക്ക് തോന്നുന്നത് 23,000 ഗവൺമെൻറ് ഫീ ആണ്, എല്ലാവർക്കും ഉള്ളതാണ്. വേറൊരു യാതൊരു ഫീയും ഇല്ല. പിന്നെ ഹോസ്റ്റലാകുമ്പോൾ നിങ്ങൾക്ക് ഫുഡിൻ്റെ പൈസ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും, അല്ലാതെ വേറെ ഫീസുകളൊന്നും ഇല്ല. ഓക്കെ. പിന്നെ അങ്ങനത്തെ കുറച്ച് അതേ ഉള്ളൂ ഫീ. പിന്നെ വേറെ ഫീ അങ്ങനെ ആയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് ഫീ അധികമായിട്ട് കൊടുക്കണം. ഓരോ യൂണിയൻ ഫീ, പിന്നെ മാനേജ്മെൻറ്റിൻ്റെ എന്തൊക്കെ ഫീ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മാനേജ്മെൻ്റ് അല്ല, എന്തോ ഒരു ഫീ ഒക്കെ ഉണ്ട്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം എനിക്കൊരു 50,000 സംതിങ് വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീ ഒക്കെ എത്രയാണെന്നുള്ളതൊക്കെ. സോ അതിന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയൊക്കെയാണ് MBBS എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു 1 ഇയർ ജേർണി എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ രാവിലെയൊക്കെ എന്താ പറയുക, നമുക്ക് എങ്ങനെയൊക്കെ ഇപ്പോൾ നാളെ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ 4 ദിവസമൊക്കെ, ചില ദിവസം നമുക്ക് 3 ദിവസമൊക്കെ ഗവൺമെൻറ് ഹോളിഡേ കണ്ടിന്യൂസ്ലി 3 ഡേ ഒക്കെ കിട്ടും. എന്തെങ്കിലുമൊക്കെ ഈ ഗവൺമെൻറ് ഹോളിഡേ കിട്ടും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ക്ലാസ് ഇല്ലല്ലോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് ക്ലാസ്സിനൊക്കെ പോയി മടുക്കും ഡെയിലി പോയിട്ട്. ചിലപ്പോൾ നമ്മൾ എൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ. ചിലപ്പോൾ രാവിലെ ഒന്ന് ഫുഡ് കഴിക്കാതൊക്കെ ചിലപ്പോൾ ഹോസ്റ്റലൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണീക്കലിനെ 7:45 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എണീച്ച് ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് നേരം ക്ലാസ്സിലായിട്ട് ഓടി വരുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല 10 മണി മുതൽ 10:15 വരെ ടീ ബ്രേക്കാണ് എന്നുള്ളത്. സോ ഈ ടീ ബ്രേക്കിലൊന്നും ചിലപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ ടൈമൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പിറ്റേ കഴിഞ്ഞിട്ട് അനാട്ടമിയാണ്. ചിലപ്പോൾ അനാട്ടമിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതേണ്ടി വരും. നമ്മൾ ഹോസ്റ്റലിൽ ഇത്രയും സമയം ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയാലും ചിലപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടിയാലും നമ്മൾ അതൊന്നും എഴുതില്ല. കറക്റ്റ് ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒക്കെ എഴുതി പോകുന്നത്. എക്സാംസൊക്കെ അതെ. അപ്പോൾ എക്സാമൊക്കെ ഇന്ന് എക്സാം ആണെങ്കിൽ ഇന്നലെ ഒന്നും പഠിക്കൂല. ഇന്ന് എക്സാം ഹാളിൽ കയറി ചിലപ്പോൾ 1-2 മണിക്കൂർ ആയിരിക്കും പഠിക്കുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ കോളേജ് ആകുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ലാവിഷായിട്ട് എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് 1 ഇയർ കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം. ഓക്കെ. നീറ്റിന് പഠിച്ചാൽ അങ്ങനത്തെ യാതൊരു സ്ട്രെസ്സുമില്ല. അതിന് ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.